ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, നമ്മുടെ ജീവിതങ്ങളും നമ്മുടെ മക്കളുടെ ജീവിതങ്ങളും അനുഗ്രഹിക്കപ്പെടാൻ ജീവിതത്തിൽ വലിയ ഉയർച്ചയുണ്ടാകാൻ സഹായിക്കുന്ന ഒരു കൊച്ചു പ്രാർത്ഥനയുണ്ട്. അത് ബൈബിളിൽ നിന്നുള്ള ഒരു പ്രാർത്ഥനയാണ്. എല്ലാ ദിവസവും നമ്മൾ ഇത് ചൊല്ലി പ്രാർത്ഥിച്ചാൽ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ ഉണ്ടാകും. മക്കളെയൊക്കെ സമർപ്പിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ജീവിത പങ്കാളിയെ നമ്മൾ ആർക്കു വേണ്ടിയാണോ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയെ സമർപ്പിച്ച് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് ഈ പ്രാർത്ഥന ചൊല്ലാവുന്നതാണ്. ഈ പ്രാർത്ഥനയുടെ അവസാനത്തെ വരികൾ ഇങ്ങനെയാണ്: അവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ദൈവം കേട്ടുവെന്ന് വചനം പറയുന്നുണ്ടെങ്കിൽ ലോകത്തിൻ്റെ ഏതു ഭാഗത്തിരുന്നും ഏത് കോണിലിരുന്നും നീ ഈ പ്രാർത്ഥന ചൊല്ലിയാൽ, ഈ വചനം പറഞ്ഞ് നീ പ്രാർത്ഥിച്ചാൽ ദൈവം അത് കേട്ടിരിക്കും. ദൈവം നിന്നെ അനുഗ്രഹിച്ചിരിക്കും, അത് ഉറപ്പാണ്. ഈ പ്രാർത്ഥനയുടെ ശക്തി ഞാൻ ഇന്നലെ കണ്ടതാണ് കേട്ടോ. നിങ്ങളോട് ഞാനത് ഈ വീഡിയോയുടെ അവസാനം പങ്കുവയ്ക്കാം. ഇനി എന്തായിരുന്നു ആ പ്രാർത്ഥനയെന്ന് നമുക്ക് നോക്കാം. 1 ദിനവൃത്താന്തം 4-ാം അധ്യായം 10-ാം തിരുവചനമാണ് ഈ പ്രാർത്ഥന. അവൻ ഇസ്രായേലിൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു: ദൈവമേ, അങ്ങെന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. അങ്ങയുടെ കരം എന്നോട് കൂടെ ആയിരിക്കുകയും വിപത്തുകളിൽ എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. അവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. നമുക്ക് ഈ വചനം നമ്മുടെ മക്കളുടെ പേര് പറഞ്ഞ് ഇപ്രകാരം പ്രാർത്ഥിക്കാവുന്നതാണ്: അവൻ ഇസ്രായേലിൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു: ദൈവമേ, അങ്ങെൻ്റെ മകൻ്റെ അല്ലെങ്കിൽ മകളുടെ അവരുടെ പേര് പറഞ്ഞിട്ട്, ദൈവമേ, അങ്ങെൻ്റെ മകൻ തോമസ് കുട്ടിയെ അനുഗ്രഹിച്ച് അവൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. അങ്ങയുടെ കരം എൻ്റെ മകൻ്റെ കൂടെ ആയിരിക്കുകയും വിപത്തുകളിൽ അവനെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. അവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ഇപ്രകാരം നമുക്ക് പേര് പറഞ്ഞ് നമ്മൾ ആർക്ക് വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത് അവർക്ക് വേണ്ടി ഇങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. ഈ വചനം ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ പ്രിയപ്പെട്ടവർക്കായി അല്ലെങ്കിൽ നമുക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ അത്ഭുത ശക്തി ഈ വചനത്തിലൂടെ പ്രവർത്തിക്കാനായിട്ട് തുടങ്ങും. നമ്മൾ നോക്കി നിൽക്കെ നമ്മുടെ മക്കളുടെ ജീവിതങ്ങളൊക്കെ അനുഗ്രഹിക്കപ്പെടുന്നത്, അവരുടെ ജീവിതത്തിൽ വലിയ ഉയർച്ചകൾ ഉണ്ടാകുന്നത്, നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്, തടസ്സങ്ങൾ മാറിപ്പോകുന്നത്, ബന്ധനങ്ങൾ അഴിയുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഡാനിയേൽ അച്ഛൻ്റെ ഒരു ടോക്കിൽ നിന്നാണ് കേട്ടോ ഈ പ്രാർത്ഥനയുടെ ശക്തി ഞാൻ തിരിച്ചറിഞ്ഞത്. അതിനുശേഷം ഞാനും ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. 2 ദിവസം മുമ്പേ ഒരു ചെറുപ്പക്കാരൻ പയ്യൻ, അവന് ജോലിയൊന്നും ശരിയാകുന്നില്ല എന്ന് പറഞ്ഞ് വലിയ വിഷമമാണ്. അവനിങ്ങനെ സങ്കടം പറഞ്ഞപ്പോൾ ഞാൻ അവന് ഈ വചനമാണ് പറഞ്ഞു കൊടുത്തത്. ഞാൻ ഈ വചനം പറഞ്ഞു കൊടുത്തിട്ട് അവനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവൻ്റെ അമ്മയോട് മകൻ്റെ പേര് പറഞ്ഞ് ഈ വചനം പറഞ്ഞങ്ങ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവരപ്രകാരം പ്രാർത്ഥിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, പിറ്റേ ദിവസം ഈ പയ്യൻ എന്നെ ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോൾ അവൻ വിളിച്ചിട്ട് പറയുകയാണ്: ചേച്ചി, എനിക്കൊരു ജോലി ശരിയായി കേട്ടോ. അപ്പം ഞാൻ ചോദിച്ചു: ആഹാ, കൊള്ളാമല്ലോ. അപ്പം നീ ഇന്നലെയല്ലേ ജോലിയില്ലെന്നും പറഞ്ഞ് എന്നോട് പറഞ്ഞത്? അതേ ചേച്ചി പറഞ്ഞ ആ പ്രാർത്ഥന ഇന്നലെ ഞാനും എൻ്റെ അമ്മയും ഇരുന്ന് ചൊല്ലി. അങ്ങനെ ഇന്ന് എനിക്കൊരു കോള് വന്നു. തിങ്കളാഴ്ച മുതൽ ഞാൻ ജോലിക്ക് കയറാൻ പോവുകയാണ്. ഞാൻ ആഗ്രഹിച്ച സ്ഥലത്ത് നിന്ന് തന്നെ അങ്ങോട്ട് ഞാൻ വിളിക്കാതെ, അവൻ പറയുകയാണ്, ഞാൻ അങ്ങോട്ട് വിളിക്കാതെ അവരെന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് മൺഡേ മുതൽ ജോയിൻ ചെയ്യാമോ, നിനക്ക് വേണ്ടി ഇവിടെ ഒരു വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞ് അവനെ വിളിച്ചു എന്ന്. അത്യാവശ്യം നല്ല സാലറിയും അവർ എനിക്ക് ഓഫർ ചെയ്തിട്ടുണ്ടെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, നീ ധൈര്യമായി പോയി ജോലിക്ക് കയറും മോനെ എന്ന്, ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചിന്തിക്കുകയായിരുന്നു കേട്ടോ, ഈ വചനങ്ങൾ നമ്മൾ വിശ്വസിച്ച് ഏറ്റെടുത്തങ്ങ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എത്ര പെട്ടെന്നാണല്ലേ ഇടപെടുന്നത് ഓരോ കാര്യങ്ങളിലും. ഇന്നു മുതൽ ഇപ്പോൾ തന്നെ നമുക്ക് ഈ വചനം അങ്ങ് കാണാതെ പഠിച്ചിട്ട് ഉരുവിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കാം, അനുഗ്രഹം പ്രാപിക്കാം. ഓ ദൈവമേ, ഈ വചനം പറഞ്ഞ് ആരൊക്കെ പ്രാർത്ഥിക്കുന്നുവോ അവരുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളുടെ മേൽ നിൻ്റെ ദയയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ എല്ലാം പ്രാർത്ഥന കേട്ട് അങ്ങ് അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കൊന്നുകൂടി വചനം പറയാം. 1 ദിനവൃത്താന്തം 4-ാം അധ്യായം 10-ാം തിരുവചനം. അവൻ ഇസ്രായേലിൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു: ദൈവമേ, അങ്ങെന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ.
അങ്ങയുടെ കരം എന്നോട് കൂടെ ആയിരിക്കുകയും വിപത്തുകളിൽ എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. അവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു.